വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടുകൊള്ള നടന്നുവെന്ന മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറിന്റെ ആരോപണം തള്ളി നാട്ടുകാർ. വരദൂരിലെ മറിയവും വള്ളിയമ്മയും 2 വീടുകളിൽ താമസിക്കുന്നവരാണ്. വരദൂർ ചൗണ്ടേരി എന്ന സ്ഥലത്ത് 2 വീടുകളിലായാണ് ഇരുവരും താമസിക്കുന്നത്. വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട 4000-ഓളം വോട്ടർമാർ ഒരു വീട്ടിൽ താമസിക്കുന്നുവെന്നായിരുന്നു അനുരാഗ് ഠാക്കൂറിന്റെ ആരോപണം. അനുരാഗ് ഠാക്കൂറിന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു സ്ഥലം വയനാട്ടിലെ കൽപ്പറ്റ നിയോജകമണ്ഡലത്തിലെ കണിയാമ്പറ്റയിലെ ചൗണ്ടേരി എന്ന് പറയുന്നത് ഇത് എന്റെ പ്രദേശമാണ്. ആ പ്രദേശത്തിന്റെ സ്ഥലപ്പേരിന്റെ പേരാണ് ചൗണ്ടേരി എന്നും ചൗണ്ടേരി കുന്ന് എന്നും അറിയപ്പെടുന്നത്. അവിടെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും അവരുടെ വീട്ടുപേരായി ഉപയോഗിക്കുന്നത് ചൗണ്ടേരി കുന്ന് എന്നുള്ളതാണ്. ഈ BJPയുടെ ആളുകൾ ബാംഗ്ലൂരിൽ ചേർത്തതുപോലെ ഒരു നമ്പർ ഇട്ട റൂമിൽ 80 വോട്ടർമാരല്ല എന്റെ നാട്ടിലുള്ളത്. അവർക്കൊക്കെ സ്വന്തം വീടുള്ള ആളുകളാണ്. അവരുടെ സ്വന്തം വീട്ടിലാണ് അവർ താമസിക്കുന്നത്. പക്ഷെ അവരുടെ വീട്ടുപേര് എന്ന് പറയുന്നത് ചൗണ്ടേരി എന്നുള്ളതാണ്. അല്ലാതെ വേറൊരു പ്രയാസവും ആ കാര്യത്തിലില്ല. അത് വർഷങ്ങളായി അവർ ഉപയോഗിക്കുന്ന വീട്ടുപേരാണ്. അത് അദ്ദേഹം പറഞ്ഞത് ഒരു ഹിന്ദുവും ഒരു മുസ്ലിമും ഒരുമിച്ച് എങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുന്നതാണ്. കേരളത്തിലെ ഹിന്ദുവും മുസ്ലിമും ഒന്നും ഒരുമിച്ചൊരു വീട്ടിൽ താമസിക്കുന്നതിൽ അനുരാഗ് ഠാക്കൂർ ഇത്ര പ്രയാസപ്പെടേണ്ട കാര്യം വരുന്നില്ല എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. അതിനോടൊപ്പം തന്നെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യന്റെയും മുസ്ലിമിന്റെയും പട്ടികജാതിക്കാരന്റെയും പട്ടികവർഗ്ഗക്കാരന്റെയും ഒക്കെ വീട്ടുപേര് ചൗണ്ടേരി എന്നുള്ളതാണ്. അവരൊക്കെ അവരവരുടെ വീട്ടിൽ താമസിച്ച് വോട്ട് ചെയ്യുന്ന ആളുകളാണ്. ഇതൊരു വ്യക്തതയില്ലാതെ ഒരറിവും ഇല്ലാതെ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്കെതിരെ ഒരു ആരോപണം പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ നിന്ന് ഉണ്ടാക്കുക എന്നുള്ള രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയതാണ്. അത് കുറച്ചുകൂടിയൊക്കെ പഠിച്ച് കൃത്യതയോട് കൂടിയിട്ട് ഒരു കേന്ദ്രമന്ത്രി അവതരിപ്പിക്കുന്നതായിരുന്നു നല്ലത്. അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ അപഹാസ്യനായി പോകുന്നൊരു സാഹചര്യം നമുക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഫൈസൽ നെടുമ്പാല വിവരങ്ങളുമായി ചേർന്നു. ഫൈസൽ, ഇന്നലെയാണ് അനുരാഗ് ഠാക്കൂർ ഈ വിവാദ പ്രസ്താവന നടത്തിയത്. ഫൈസൽ അറിയുന്ന സ്ഥലമാണോ ഇത്, ഈ ചാമുണ്ടേശ്വരി കുന്നെന്നറിയപ്പെടുന്ന ചൗണ്ടേരി? അജിംസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കണിയാമ്പറ്റ പഞ്ചായത്തിലെ ചൗണ്ടേരി എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സംഷാദ് മരക്കാരൻ ഉൾപ്പെടെയുള്ള നാട് കൂടിയാണിത്. ഇന്നലെ അനുരൂപ് ഠാക്കൂർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, 4000-ഓളം ആളുകൾ വയനാട് ജില്ലയിൽ, അതായത് പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തിൽ വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരേ വീട്ടിൽ താമസിക്കുന്നു എന്നുള്ള. അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറഞ്ഞത് ഈ ചൗണ്ടേരി കുന്ന്, ചൗണ്ടേരി എന്ന് പറയുന്ന പ്രദേശത്തെ മറിയും അതുപോലെ വള്ളിയമ്മ എന്ന് പറയുന്ന 2 പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ 2 പേരും ഒരേ വീട്ടിൽ, വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട 2 പേര് ഒരേ വീട്ടിൽ താമസിക്കുന്നു എന്നുള്ളതാണ് അനുരൂപ് ഠാക്കൂർ. ഇത് പൂർണ്ണമായും വാസ്തവവിരുദ്ധമാകും എന്നുള്ളത് നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ ബോധ്യമാകുന്ന ഒരു കാര്യമാണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഈ ഒരു പ്രദേശത്ത് ചൗണ്ടേരി എന്ന് പറയുന്നത് ഈ നാടിന്റെ പേരാണെങ്കിലും പല അഡ്രസ്സുകളും ഇത്തരത്തിൽ ഈ ചൗണ്ടേരി എന്ന് പറയുന്ന പേരിലാണ് വീട്ടുപേരായിട്ട് ചേർക്കപ്പെട്ടിട്ടുള്ളത്. അതാണ് ഈ ഒരു ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻ കാരണം. ഇപ്പൊ മറിയുമ്മ, ഈ അനുരൂപ് ഠാക്കൂർ പറഞ്ഞ മറിയുമ്മ നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോ എന്താ നിങ്ങളുടെ വീട്ടുപേര്? കുറെ കാലം വോട്ട് ചെയ്യുന്നില്ലേ? അപ്പൊ ഈ ചൗണ്ടേരി എന്ന് പറഞ്ഞ പേരെങ്ങനെയാ വന്നത്? അത് സ്ഥലത്തിന്റെ പേര്, വീട്ടുകാരായിട്ട് ചേർത്ത്. ഇപ്പൊ ഈ വള്ളിയമ്മേനെ അറിയോ? വള്ളിയമ്മനെ കൂലിപ്പണിക്ക് പോകുമ്പോ കണ്ടുന്നല്ലാണ്ട് ഇപ്പൊ ഒന്നും കാണാനില്ല. 2 പേരും ഒരേ വീട്ടിൽ താമസിക്കുന്നു. അങ്ങനെ പറഞ്ഞു. അതാ പണിക്ക് ഒക്കെ വെറുതെ പറയാ. ഇത്രയും കാലമായി ചെറുപ്പത്തിൽ വരെ ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളെ കൂലിപ്പണിക്ക് പോവും. അപ്പൊ അങ്ങനെ കണ്ടു പറ്റപ്പെടുന്നല്ലാണ്ട്. 2 വീട്ടിലാണ് താമസിക്കുന്നത്. എന്റെ വീട് താഴെ, എന്റെ വീട് ഇവിടെ. അജിംസ്, 2 പേരും 1 കിലോമീറ്റർ വ്യത്യാസത്തിൽ താമസിക്കുന്ന ആളുകളാണ്. അപ്പൊ ഈ അനുരൂപ് ഠാക്കൂറിന്റെ ആരോപണം തീർത്തും വാസ്തവവിരുദ്ധമാണ് തന്നെയാണ് ഇവിടുത്തെ നാട്ടുകാരും പറയുന്നത്. ഈ ചൗണ്ടേരി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്ഥലപ്പേര് പല ആളുകളും സ്വയം വീട്ടുപേരായിട്ട് ചേർക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അജിംസ്, ശരി. ഫൈസൽ നെടുമ്പാലയാണ് വിവരങ്ങൾ നൽകിയത്. മലബാറിൽ പല സ്ഥലത്തും സ്ഥലപ്പേര് വീട്ടുപേരായി മാറുന്ന ഒരു സ്ഥിതിയുണ്ട്. അതറിയാതെയാണ് അനുരാഗ് സിംഗ് ഠാക്കൂർ ഇങ്ങനെ ഒരു വെടി പൊട്ടിച്ചത്. പക്ഷേ ആ വെടി സ്വന്തം കാലിൽ തന്നെയാണ് കൊണ്ടത്.